നേതൃത്വത്തെയും സാക്ഷിയാക്കി RMP നേതാവ് ഹരിഹരൻ പ്രസംഗിക്കുന്നു എന്ന് ഡീസന്റായി പറയാതെ ഐ വുഡ് ലൈക്ക് ടു സേ കഴിഞ്ഞ ദിവസം ഒരുത്തൻ മൈക്കിന് മുന്നിൽ വന്ന് പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ശൈലജ ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടേതാണെങ്കിൽ അത് ഓക്കെ. പൊട്ടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവും ഷാഫിയും നേതാക്കളും UDF അണികളും സ്ത്രീ സമൂഹത്തെ മൊത്തം അപമാനിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ ആളില്ലാതെ കയ്യടികളും ചിരികളും ഉയരുമ്പോൾ കോൺഗ്രസ് മുന്നണികളുടെ അപജയം എത്രത്തോളമാണെന്ന് സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഇനിയും BJPയിലേക്ക് കാലുമാറിയിട്ടില്ലാത്ത കോൺഗ്രസ് അല്ലാത്ത ടീച്ചറും മഞ്ജു വാര്യരും അടക്കം ആത്മാഭിമാനമുള്ള മനുഷ്യർ ഈ പറഞ്ഞവന്റെ വാക്കുകൾക്ക് നേരെ കാർക്കിച്ചു തുപ്പും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. കഴിഞ്ഞ ദിവസം വടകരയിൽ VD സതീശന്റെയും PMA സലാമിന്റെയും ഒക്കെ ആസൂത്രണത്തിലും കാർമ്മികത്വത്തിലും നടന്ന UDFകാരുടെ സമ്മേളനം ദൗത്യം പൂർത്തീകരിച്ചതായി വേണം കണക്കാക്കാൻ. ശൈലജ ടീച്ചറെ മാത്രമല്ല, പ്രിയപ്പെട്ട അഭിനേത്രി മഞ്ജു വാര്യരെയും സ്ത്രീ സമൂഹത്തെയുമാണ് അവർ അപമാനിച്ചത്. സൈബർ ഇടങ്ങളിലൂടെ സ്ത്രീവിരുദ്ധതയും നീചമായ വർഗീയതയും ഇളക്കിവിട്ടവർ അതിനെതിരെ ജനരോഷം ഉയർന്നപ്പോഴാണ് വർഗീയത പ്രചരിപ്പിച്ചത് CPIM ആണെന്ന പ്രചരണവുമായി രംഗത്ത് വന്നത്. വടകരയിൽ വർഗീയതയ്ക്കെതിരെ എന്ന മട്ടിൽ UDFകാർ നടത്തിയ സമ്മേളനം സ്ത്രീവിരുദ്ധതയുടെ ആഘോഷമായി മാറുകയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന അശ്ലീലം അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. തൊഴിലുറപ്പുകാർക്കും സ്ത്രീകൾക്കുമെതിരെ എന്ത് അധിക്ഷേപവും നടത്താമെന്ന് കരുതുന്ന CPIM വിരുദ്ധ മനോരോഗികളുടെ കൂട്ടായ്മ കൂടെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വടകര സമ്മേളനം. ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഈ പറഞ്ഞവന്റെ ക്ഷമാ പോസ്റ്റ് കണ്ടിരുന്നോ? അതിങ്ങനെയാണ്. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന്. എന്നാലും പറഞ്ഞത് ഊളത്തരമാണെന്ന് ഹരിഹരന് സ്വയം തോന്നിയിട്ടില്ല. മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളും പറഞ്ഞ അറിവേ ഉള്ളൂ. RMPയുടെ ദ സോ കോൾഡ് ബുദ്ധിജീവിയുടെ ഈ നിലവാരമില്ലായ്മയിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ജനം പ്രതീക്ഷിക്കുന്നുമില്ല. കുറച്ചൊളുപ്പ് പ്രതീക്ഷിക്കാനേ പാടില്ല. ഈ UDFകാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു പൊതുയോഗം നടത്തി. എന്നിട്ട് അവർ ഏതു തരം ആളുകളാണ് എന്ന് സ്വയം വിളിച്ചു പറഞ്ഞു. ഇനി അത് വിശദീകരിക്കാൻ അടുത്ത പൊതുയോഗം വിളിക്കും. അപ്പോഴായിരിക്കും കേരളം ഏറ്റവും വലിയ ട്രാജഡിക്ക് സാക്ഷിയാവുന്നത്. ഇതിനിടയിൽ വേറൊരു കാര്യം, മഞ്ജു വാര്യരുടെ പ്രായം വിക്കിപീഡിയ പ്രകാരം 45 വയസ്സാണ്. അവരുടെ മകളുടെ പ്രായം 24. KK രമ MLAയുടെ പ്രായം 53 മഞ്ജു വാര്യരെക്കാൾ 8 വയസ്സ് മാത്രം കൂടുതൽ. 45കാരിയായ മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും തമാശയായും കാണുന്ന RMPI നേതാവ് ഹരിഹരൻ സ്വന്തം നേതാവ് KK രമയൊക്കെ ഏത് കണ്ണിലൂടെയാണ് കാണുന്നത് എന്നത് ഒരറിവുമില്ലാത്ത കാര്യമാണ്. അത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. എന്നാൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടിയിലാണ് കേരളത്തിലെ ഏറ്റവും പ്രൗഢമായ വനിതാ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമയായ സഖാവ് KK ശൈലജ ടീച്ചറിനെയും മലയാളത്തിലെ മുൻനിര അഭിനേത്രിയായ മഞ്ജു വാര്യരെയും ഒരുപോലെ അപമാനിച്ചത്. 1.5 കാണ്ഡം എഴുതുന്ന ലിബറൽ ഫെമിനിസ്റ്റുകളും രാഷ്ട്രീയ പൊതുബോധമുള്ളവരും ചാനൽ മുറിയിലെ കില്ലാടികളും ഇന്ന് ടൂറിലാവും, അല്ലെങ്കിൽ ഇന്ന് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ചർച്ചയിലാവും. അത് ഉറപ്പാണ്. ഇവിടെയും തീരുന്നില്ല KS ഹരിഹരന്റെ വിടുവായുത്തങ്ങൾ. ലൈംഗികാധിക്ഷേപത്തിന് പിറകെ വർഗീയ പരാമർശം കൂടെ നടത്തുന്നുണ്ട് ഇദ്ദേഹം. ഫുൾ പാക്കേജ് ആണ് മൂപ്പര്. കോഴിക്കോട് കടപ്പുറത്ത് CAക്കെതിരെ നടന്ന LDF റാലിയെ കുറിച്ച് ഹരിഹരൻ പറയുന്നത് ഇങ്ങനെയാണ്: മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നിൽ നിസ്കരിക്കുന്നു, അതും കടപ്പുറത്ത് പള്ളി ഉണ്ടായിട്ടും. എന്നിട്ടും LDFന്റെ വേദിയിൽ നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ കൂറ് തെളിയിക്കാൻ പറ്റൂ. പക്ഷേ സ്റ്റേജിലുള്ള എളമരംകരിയും അഹമ്മദ് ദേവർകോവിൽ VKC അടക്കമുള്ളവർക്ക് നിസ്കരിക്കണ്ട. ഇതെന്ത് രാഷ്ട്രീയമാണെന്നാണ് ഹരിഹരൻ ചോദിക്കുന്നത്. അല്ലയോ ഹരിഹര, ഇവിടെ ആര് എവിടെ പ്രാർത്ഥിക്കണമെന്ന് അവരവർ തീരുമാനിച്ചോളും. ഹരിഹരന്റെ സർട്ടിഫിക്കറ്റ് ആർക്കും വേണ്ട. ഒന്നുകൂടെ ഉണ്ട്, ഇത് കേരളമാണ്. എല്ലാത്തിലും നമ്പർ 1 ആയ കേരളം.